ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് മെറ്റീരിയലിൻ്റെ ബാക്കി വരുന്ന കഷ്ണങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. യാത്രയിലൊക്കെ നമുക്ക് ഒരുപാട് സഹായിക്കും. സാനിറ്ററി നാപ്കിൻസ് ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. 2 പാഡ് വരെ ഇതിനകത്ത് കൊള്ളും. അത് ഏത് സൈസായാലും നമുക്ക് മടക്കി വെച്ചാൽ മതി, അതിനുള്ളിലിരിക്കും. വേറെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒരു ചെറിയ നമ്മുടെ ഹാൻഡ്കർച്ചീഫൊക്കെ മടക്കി വെക്കുന്ന മാതിരി തന്നെ ഇരിക്കുള്ളൂ. ഒരു 4-4.25 ഇഞ്ച് അതിൻ്റെ അകത്തേ വരത്തുള്ളൂ ഇത് മടക്കി വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ചുരിദാർ തയ്ച്ചതിൻ്റെ ഒരു പീസ് കിടന്നതിൽ നിന്ന് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 മീറ്റർ തുണിയുടെ പകുതി പോലും വേണ്ട ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറയണം കേട്ടോ, ഞാൻ ചെയ്തു തരാം. അളവുകളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ഒട്ടും പുറത്ത് കാണില്ല. എല്ലാ സ്റ്റിച്ചും അകത്താണ് പോവുക, ഒരു സ്റ്റിച്ച് പോലും വെളിയിലേക്ക് വരില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നേരത്തെ ഞാൻ നമ്മുടെ സൺഗ്ലാസ് പൗച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ചെയ്ത സാനിറ്ററി നാപ്കിൻ പൗച്ചിൻ്റെ വീഡിയോ ആണിത്. ഇതിപ്പോൾ കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പീസ് കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. കണക്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 കളർ തുണി വെച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇടയ്ക്ക് ഒരെണ്ണത്തിൽ ഞാനിന്ന് ഹുക്ക് പിടിപ്പിച്ച് നോക്കി, പക്ഷേ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഹുക്കില്ലാത്തതാണ്. കാരണം ഇത് അല്ലാതെ തന്നെ അവിടെ ഇരുന്നോളും. ഹുക്ക് പിടിപ്പിച്ചത് വേണം നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് പിടിപ്പിച്ച് നോക്കിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.